കലാ ആരാധന രൂപങ്ങളിലെ അതുല്യമായ ദൃശ്യവിസ്മയം, നിറം പൂശിയ മുഖഭാവങ്ങളും അതിമനോഹരമായ വേഷപ്പകർച്ചകളും മനസ്സിനെ ഉണർത്തുന്ന മേളധ്വനിയും ചേർത്ത് തെയ്യം പറയുന്നത് വെറും കഥകൾ മാത്രമല്ല, ധീരതയിലൂടെ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവമായി പരിണമിച്ച യോദ്ധാക്കളുടെ ജീവചരിത്രം കൂടിയാണ്. അങ്ങനെ അനീതിക്കെതിരെ പോരാടിയ തെയ്യങ്ങളിലേക്ക് ഒരു തിരനോട്ടം. ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇറ്റേറ്റു ചോരുന്നി ചോപ്പും ചോനയുമേ വെന്തു പോവാനിവൻ എന്തു ചെയ്തോ. കല്ലോലകളിൽ മാന്തളിരിൻ തൂവെള്ളി ചെറുമുല്ലപ്പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ മകളെ മടങ്ങുക. തമസിന്റെ കരങ്ങൾ നിന്നെ മൂടും മുൻപ് വെളിച്ചത്തിലേക്ക് ചിറക് വിരിക്കുക. ചുറ്റിനും നീ കാണുന്നില്ലേ കിളിവാതിലിലൂടെ കണ്ണുകൾ പായിച്ച് ഇരുളിൽ കരാളഹസ്തങ്ങൾ വിരിക്കുന്ന രാക്ഷസന്മാരെ, മുല്ലപ്പൂ പോലെ നൈർമല്യമാർന്ന നിന്റെ പുഞ്ചിരി കവരാൻ വരുന്നവരെ, ഇതളുകളായി നിന്നെ അടർത്തി വീഴ്ത്തും മുൻപ് നീ മടങ്ങുക. ദൂരേക്ക് മകളെ നീ മടങ്ങുക. കൂടും കൊമ്പും ചൂടിൽ തിന്നും തീ, ഒടിയറ്റം മുട്ടാലോടും നീളൻ തീ, കനലാടും നേരം കയ്യിൽ കൊള്ളാതെ കനലാടിക്കുഴി വേവും നോവിൻ തീ, നിന്നരിണികൾ വിതറിയ കനലിത് നിറയണ ഉടലിത് മറയണ വിടുകണ് പകലിത് നീ ഒന്നുകുറേ 40 ദൈവങ്ങളും തുണക്ക, മൂന്നുലം മറ്റ കണ്ടനാർ ദൈവവും തുണക്ക, തുണയൊട്ട് കൂട്ടിരുടെ വയനാട്ടുകുലവനും ഞാനൊരു ബന്ധം കൊളുത്തി കൊണ്ടുപോകുന്നതയ്യോ ഞാനൊരുത്തൻ വയ്യാതെന്നു
ദൈവത്താന്മാരേ. നന്മയുടെയും സ്നേഹത്തിന്റെയും ഈ ലോകത്ത് കാളസർപ്പം പോലെ പടർന്നു കയറുന്ന ഇരുട്ടിനെ പിഴുതെറിയാൻ എന്നും എവിടെയും ഞാനുണ്ട്. ചുവപ്പ് ചായം തേച്ച തേയക്കോലമായല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിറങ്ങുന്ന നീതിയായി, ധൈര്യമായി, രോക്ഷമായി. കലിയുഗത്തിൽ അധർമ്മം നടമാടുമ്പോൾ അതിനെ വേരോട് പിഴുതെറിയുവാൻ ഓരോ മനുഷ്യന്റെ ഉള്ളിലെയും തെയ്യം ഉണർന്നേ പറ്റൂ. സ്വന്തം ഉള്ളിലിരിയുന്ന കനലിൽ നിന്നും തീയായി നീ ഉണരുക.